കുമരനെല്ലൂർ ഗവൺമെന്റ് സ്കൂളിലെ സംരക്ഷണ ഭിത്തികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിൽ. സ്കൂൾ തുറക്കാൻ ആഴ്ചകൾ മാത്രം ശേഷിക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാകുന്നത് ആശങ്കയുളവാക്കുന്നതാണെന്ന് രക്ഷിതാക്കൾ കുറ്റപ്പെടുത്തി. വർഷക്കാലം തുടങ്ങുന്നതിന് മുൻപേ നിർമ്മാണങ്ങൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ സ്കൂൾ പരിസരം അപകട മേഖലയായി മാറാൻ സാധ്യതയുണ്ടെന്ന് രക്ഷിതാക്കൾ ആശങ്ക പ്രകടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 22 ലക്ഷം രൂപ വിനിയോഗിച്ചുള്ള നവീകരണ പ്രവർത്തനങ്ങളാണ് നിലവിൽ മന്ദഗതിയിലായിരിക്കുന്നത്. സ്കൂൾ അധ്യയന വർഷം ആരംഭിക്കാൻ ആഴ്ചകൾ മാത്രം ശേഷിക്കെ കുമരനെല്ലൂർ അക്കിത്ത് മെമ്മോറിയൽ GHSS സ്കൂളിലെ അറ്റകുറ്റപ്പണികളും നിർമ്മാണ പ്രവർത്തനങ്ങളും ഇഴഞ്ഞു നീങ്ങുന്നതായി പരാതി. ഇത് വിദ്യാർത്ഥികളുടെ സുരക്ഷയെ സംബന്ധിച്ച് രക്ഷിതാക്കൾക്കിടയിൽ വലിയ ആശങ്കയ്ക്ക് കാരണമാകുന്നുണ്ട്. സ്കൂൾ ഗ്രൗണ്ടിനോട് ചേർന്ന് മതിലിടിഞ്ഞ ഭാഗം പുനർനിർമ്മിക്കുന്നതിനായി 10 ലക്ഷം രൂപയാണ് വകയിരുത്തിയത്. എന്നാൽ ഇവിടെ പ്രാരംഭഘട്ട പ്രവർത്തികൾ മാത്രമാണ് ഇതുവരെ നടന്നിട്ടുള്ളത്. വർഷക്കാലം എത്തുന്നതോടെ മണ്ണ് നീക്കം ചെയ്ത ഭാഗങ്ങളിൽ കൂടുതൽ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട്. കൃത്യസമയത്ത് മതിൽ നിർമ്മാണം പൂർത്തിയാക്കിയില്ലെങ്കിൽ സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികൾക്കിത് വലിയ അപകട ഭീഷണിയാകും. ചില ഭാഗങ്ങളിൽ കരിങ്കല്ല് കൊണ്ട് മതിൽ കെട്ടിയാൽ മാത്രം സുരക്ഷ ഉറപ്പാക്കാനാവില്ലെന്നും കൂടുതൽ ഫണ്ട് അനുവദിച്ച് മികച്ച രീതിയിൽ നിർമ്മാണം നടത്തണമെന്നും ആവശ്യമുയരുന്നുണ്ട്. മുകൾ ഭാഗത്തു നിന്നും ഗ്രൗണ്ടിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളം ഒഴുകിക്കളയാൻ ശാസ്ത്രീയമായ ഊവുചാലുകൾ നിർമ്മിക്കണമെന്നും അല്ലാത്ത പക്ഷം ഗ്രൗണ്ടിൽ വെള്ളം കെട്ടിനിൽക്കുന്നത് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്നും നാട്ടുകാർ പറഞ്ഞു. ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്ന ഭാഗത്തും ഹോസ്റ്റലിന് സമീപവും ഗേറ്റുകൾ സ്ഥാപിച്ച് സുരക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യവും ഉയർന്നു വന്നിരുന്നു. GLP സ്കൂൾ കോമ്പൗണ്ടിൽ നിന്നും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് അടിയന്തരമായി സംരക്ഷണ ഭിത്തി നിർമ്മിക്കേണ്ടതുണ്ട്. വർഷക്കാലം തുടങ്ങുന്നതിന് മുൻപേ നിർമ്മാണങ്ങൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ സ്കൂൾ പരിസരം അപകട മേഖലയായി മാറാൻ സാധ്യതയുണ്ടെന്ന് രക്ഷിതാക്കൾ ആശങ്ക പ്രകടിപ്പിക്കുന്നു. ഈ വിഷയത്തിൽ അധികൃതർ അടിയന്തരമായി ഇടപെട്ട് പ്രവർത്തികൾ വേഗത്തിലാക്കണമെന്നാണ് ജനകീയ ആവശ്യം. NCV ന്യൂസ്, തൃത്താല.